Good morning, children. How are you? Today we shall start our maths class. Counting numbers. 70 and above. Okay. 75 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്ക് 76 മുതലാണ്. ഇതിൻ്റെ മുന്നേ 70 മുതലൊന്ന് പറയാം. ഓക്കെ. Do you write and learn? എഴുതി പഠിക്കുക ചെയ്തില്ലേ? ഓക്കെ. വിച്ച് നമ്പർ ഈസ് ദിസ്? 70. 70. Isn't it? Okay. 70. 70 and 1. 70 and 1. 71. Isn't it? 70 and 1. 71. Then 71 കഴിഞ്ഞാൽ 2. 70 and 2. 70 and 2. 72. 70 and 2 is 72. Then 70 and 3. 70 and 3 is 73. എങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ? 70 and 1. 70 കഴിഞ്ഞാൽ 70 and 1. 71. Okay. 70 and 2. 71. 72. Okay. Then 70 and 3. 70. 71. 72. 73. Okay. The next 3 കഴിഞ്ഞ next. Just the next. Then 4. 70 and 4. 70 and 4. 74. 70, 71, 72, 73, 74. 70 and 4. 74. Then 70 and 5. 70 and 5. 70 and 5. 75. 70. 71. 72. 73. 74. 75. 70 and 5. 75. അപ്പോൾ 75 വരെ നമ്മൾ ഓൾറെഡി എഴുതാനും വായിക്കാനല്ലേ? ഇൻ നമ്പേഴ്സ്, ഇൻ വേർഡ്സ്, അക്കത്തിലും അക്ഷരത്തിലും നമ്മൾ എഴുതാൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്ക് 76 മുതലാണ്. ഓക്കെ. അപ്പോൾ 70 and 5 ഈസ് 75. ദെൻ 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഈസ് 6. 70 and 6. 70 and 6 is 70 and 6 is 76. 71, 72, 73, 74, 75 and 76. 70 and 6 is 76. 76. Spelling is SEVENTYSIX. 76. Then 6 കഴിഞ്ഞതാണ് yes 7. 70 and 7 is 77. 70, 71, 72, 73, 74, 75, 76, 77. 70 and 7 is 77. 77. SEVENTY. 77. 76. 76 എന്ന് പറഞ്ഞാലോ? 77 എന്ന് പറഞ്ഞാൽ 77. 76 എന്ന് പറഞ്ഞാലോ 76. അപ്പോൾ 76ഉം 77ഉം ആയി. ദെൻ 70 and 7 കഴിഞ്ഞ നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് 8. 70 and 8 ഈസ് 78. 70, 71, 72, 73, 74, 75, 76, 77, 78.
7 and 8 is 78. 78. SEVENTYEIGHT 78. 78 അല്ലേ? 8 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഈസ് 9. 70 and 9 is 79. 70 and 9 is 79. 70, 71, 72, 73, 74, 75, 76, 77, 78, 79. 70 and 9 is 79. SEVENTYNINE 79. 79. 79. 9 കഴിഞ്ഞാൽ 6 നെക്സ്റ്റ് നമ്പർ ഈസ് 10. Then 10. 70 and 10 is 80. എത്രയാണ്? 70 and 10 is 80. 71, 72, 73, 74, 75, 76, 77, 78, 79, 80. 70 and 10 is 80 അല്ലേ? 70 and 10 എത്ര വരുന്നത്? 80. EIGHTY 80 അല്ലേ? 80 മീൻസ് 80. അപ്പോൾ നമ്മൾ ഇതുവരെ 70 ആയിരുന്നു. 70യിലൂടെ എത്ര ചേർന്നു? 70യിലൂടെ 10 ആണ് ചേർന്നല്ലേ? 70യിലൂടെ 10 ചേർന്നപ്പോൾ എത്രയായി? 80 ആയില്ലേ? പിന്നെ മുതൽ 80 ആയി. നമുക്ക് 80യിലൂടെ എന്ത് ചേർക്കണം? 1 ചേർക്കണം. 80 and 1. 80 and 1 എത്രയാണ്? 80 and 1 is 81. 80 and 1 എത്രയാണ്? 81. 80 and 1 is 81. EIGHTY ONE 81. 81 എന്ന് പറഞ്ഞാൽ 81. 1 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഈസ് 2 അല്ലേ? നെക്സ്റ്റ് നമ്പർ ഈസ് 2. 8 and 2 ഈസ് 82. 8 and 2 is 82. 81, 82 അല്ലേ? 80 and 2 is 82. 82. EIGHTY TWO 82. 82 means 82. 2 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഈസ് 3 അല്ലേ? 80 and 3 is 83. 80 കഴിഞ്ഞാൽ 81, 82, 83. 8 and 3 is 83. 83. EIGHTY THREE 83. 83 പറഞ്ഞാൽ എത്രയാണ്? 83. ഇനി 3 കഴിഞ്ഞാൽ എത്രയാണ്? 4 അല്ലേ? 4 ഇതിനോടൊപ്പം കൂട്ടണം. 80യോടൊപ്പം 4 ചേർന്നാൽ എത്ര? 80 ഇവിടെ ഉണ്ട്. 80 കഴിഞ്ഞാൽ 81, 82, 83, 84. 80 and 4 is 84. 84. EIGHTY FOUR 84. 84 എന്ന് പറഞ്ഞാൽ 84. 4 കഴിഞ്ഞാൽ എത്രയാണ്? ദെൻ 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഈസ് 5 അല്ലേ? 5. 80 and 5. 80 and 5 is how many? 85. 81, 82, 83, 84, 85. 80 and 5 is 85. 85. EIGHTY FIVE 85. 85 എന്ന് പറഞ്ഞാൽ 85. 5 is over. The next number is 6. Next number is 6. 80 and 6. 80 and 6 is how many? 80 and 6 is 81, 82, 83, 84, 85, 86. 80 and 6 is how many? 86.
86. EIGHTYSIX 86. 86 പറഞ്ഞാൽ എത്രയാണ്? 86. Then 6 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഈസ് then 7 അല്ലേ? 7. 80 and 7 is how many? 87. 80 and 7. 80, 81, 82, 83, 84, 85, 86, 87. 80 and 7 is 87. 87 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 87 എന്ന് പറഞ്ഞാൽ യെസ് 87. EIGHTYSEVEN 87. 87 എന്ന് പറഞ്ഞാൽ 87. 7 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ ഈസ് 8. 8 അല്ലേ? 80 and 8 is 80 and 8 is 88 അല്ലേ? 8 കഴിഞ്ഞാൽ 80 കഴിഞ്ഞാൽ 81, 82, 83, 84, 85, 86, 87, 88. 80 and 80 is 88. 88. EIGHTY EIGHT 88. 88 means 88. And 8 is over. Then next number is 9. Next number is 9. 80 and 9 is how many? 80 and 9 is 89. 81, 82, 83, 84, 85, 86, 87, 88 and 89. 80 and 9 is 89. 89. EIGHTYNINE 89. 89 പറഞ്ഞാൽ എത്രയാണ്? 89. ഓക്കെ. 9 is over. Next number is 10. Next is 10. 80 and 10. 80 and 10. 80 and 10 is how many? 80. Then 81, 82, 83, 84, 85, 86, 87, 88, 89, 90. 80 and 10 is 90. 80 and 10. 80 and 10 is how many? 90. 90. 90. 80 and 10 is 90. NINETY 90. 90 എന്ന് എത്രയാണ്? 90 അല്ലേ? 90 അല്ലേ? ഇതുവരെ എത്രയായിരുന്നു? 80 ആയിരുന്നില്ലേ? 80 ആയിരുന്നു. 80 കൂടെ 10 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 90 അല്ലേ? 90. ഇനി നമുക്ക് 9ലൂടെ എന്ത് ചേർക്കണം? 90 and 1 അല്ലേ? 90 and 1. 90 and 1 is equal to 91 ആപ്പിളല്ലേ? 90 and 1 91 അല്ലേ? 90 and 1 is 91. 91 കഴിഞ്ഞാൽ നെക്സ്റ്റ് എത്രയാണ്? 2 അല്ലേ? 90 and 2. 90 കഴിഞ്ഞാൽ 91 92. 91 92 അല്ലേ? 90 and 2 is 92 അല്ലേ? 90 and 1 എത്രയാണ്? 90 and 1 is എത്രയാണ്? 90 and 1 എത്ര പഠിച്ചത്? 91 അല്ലേ? 91. NETY ONE 91 അല്ലേ? 90 and 2 എത്ര പഠിച്ചത്? 90 and 2 90 and 2 90 and 2 is 92 അല്ലേ? 90 and 2 92 അല്ലേ? 92. NETY TWO 92. 92 പറഞ്ഞാൽ എത്രയാണ്? 92. 2 കഴിഞ്ഞാൽ എത്രയാണ്? 90.
2 കഴിഞ്ഞാൽ എത്രയാണ്? 3 അല്ലേ? 2 കഴിഞ്ഞാൽ 3 അല്ലേ? അപ്പം 90 and 3, 90 and 3 അല്ലേ? 90 കഴിഞ്ഞാൽ 91, 92, 93 അല്ലേ? അപ്പോൾ 9 and 3 is 93. 9 and 3 is how many? 93. 93. NINETYTHREE 93. 93 പറഞ്ഞാൽ എത്രയാണ്? 93. 3 കഴിഞ്ഞാൽ ഇനി എത്രയാ? 4 അല്ലേ? 4. 3 കഴിഞ്ഞാൽ 4. 90ക്കൊപ്പം നമ്മൾ 4 ചേർക്കണം. 90യോടൊപ്പം നമ്മൾ എത്ര ചേർക്കുന്നു? 4 ചേർക്കുന്നു. അപ്പോൾ 90 കഴിഞ്ഞാൽ എത്രയാണ്? 91, 92, 93, 94. 90 and 4 അപ്പോൾ എത്രയാണ്? 90 and 4, 94. 90 and 4, 94. NINETYFOUR 94. 94 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 94. ഇനി വീണ്ടും 90. 4 കഴിഞ്ഞാൽ ബാക്കി എത്ര വരിക? 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഈസ് 5 അല്ലേ? 5. 90 and 5 ഈസ് ഹൗ മെനി? 90 and 5 എത്രയാണ്? 91, 92, 93, 94, 95 അല്ലേ? 9 and 5 ഈസ് 95. 9 and 5 is 95. 95 NINETY 95 95. 95 എന്ന് പറഞ്ഞാൽ എത്രയാ? 95. 9 and 5 is 95. 95. 5 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഈസ് 5 is over. The next number is 6. 6. 90 and 6. 90 and 6 എത്ര വരിക? 90 and 6 is 96 അല്ലേ? 91, 92, 93, 94, 95, 96. 90 and 6 is 96. 90 and 6 is 96. 96 NINETYSIX 96. Then next number is 6 is over. Then next number is 7. 7. 90യോടൊപ്പം 7 ചേർക്കണം. Then 90 and 7 is how many എന്ന് നമുക്ക് നോക്കണം. 90, 91, 92, 93, 94, 95, 96, 97. 90 and 7 is 97. 90 and 7 is 97. 97. NINETYSEVEN 97. 97 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 97. 7 is over. Next number is 8 അല്ലേ? 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 90 and 8 അല്ലേ? 90 and 8 is how many? 90, 91, 92, 93, 94, 95, 96, 97, 98. 90 and 8 is 98. 90 and 8 is 98. 98 is NINETYEIGHT 98. 98 പറഞ്ഞാൽ എത്രയാണ്? 98 അല്ലേ? 8 കഴിഞ്ഞാൽ എത്രയാണ് നെക്സ്റ്റ്? 8 is over. The next is 9 അല്ലേ? 90 and 9 is 90 and 9 is 91 ആണല്ലേ? നോക്കാം. 91, 92, 93, 94, 95, 96, 97 and 98. 99 അല്ലേ? അപ്പോൾ 90 and 9 is 99. 90 and 9 is 99. NINETYNINE 99. 99 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 99 അല്ലേ? അപ്പോൾ
9 is over. Next number is 10. അല്ലേ 10 ആണ്. 90യിലൂടെ നമുക്ക് 10 ആഡ് ചെയ്യണം അല്ലേ. 90 and 10 is how many? 90 കഴിഞ്ഞാൽ 91, 92, 93, 94, 95, 96, 97, 98, 99, 100. അപ്പം 90യിലൂടെ 10 ചേർക്കുമ്പോൾ എത്ര വരുന്നത്? 100 അല്ലേ. 90യിലൂടെ നമുക്ക് 10 ചേർക്കണം അല്ലേ. 90യിലൂടെ നമ്മൾ 10 ചേർത്തു അല്ലേ. 90 and 10 is എത്ര കിട്ടിയത്? 100 അല്ലേ. 100 ഒരു പുതിയ നമ്പർ അല്ലേ. 3 ആണല്ലേ, 3 അക്കം ഉള്ളത് അല്ലേ. HUNDRED 100 അല്ലേ. 3 അക്കം. ഇതുവരെ 2 അക്കമുള്ളതാണ് പഠിച്ചത്. ഇത് 3 അക്ക സംഖ്യ, 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. 99 വരെ നമ്മൾ എത്രയാണ് പഠിച്ചത്? 99 വരെ നമ്മൾ 2 ഡിജിറ്റ് നമ്പറാണ് പഠിച്ചത് അല്ലേ. 2 ഡിജിറ്റ് നമ്പർ കണ്ടില്ലേ. 99 2 അക്കല്ലേ ഉള്ളൂ അല്ലേ. അവിടെ 100 ആയപ്പോഴത്തേനും എന്തായി? 3 ഡിജിറ്റ് നമ്പറായി. കണ്ടോ, 3 അക്ക സംഖ്യ അല്ലേ. ഒരു 1ഉം 2 0 ആയി അല്ലേ. അപ്പോൾ 100 വരെ ഇപ്പോൾ നിങ്ങൾ എന്തായി? കൗണ്ടിങ് നമ്പേഴ്സ് പഠിച്ചു. മനസ്സിലായില്ലേ എങ്ങനെ? 1 ഈസ് മോർ ദാൻ അല്ലേ. ഒന്നിലൂടെ ഒന്ന് കൂടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 100 വരെ പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഏതുവരെ പഠിച്ചു? 1 to 100 വരെ പഠിച്ചു അല്ലേ. 1 to 100 വരെ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് പഠിച്ചു. 1 2 3 4 5 അങ്ങനെ നമ്മൾ എത്ര വരെ പഠിച്ചു അല്ലേ? 10 വരെ പഠിച്ചു അല്ലേ. 10 വരെ പഠിച്ചു. പിന്നെ 10 മുതൽ 20 വരെ പഠിച്ചു അല്ലേ. 20 കഴിഞ്ഞ് 30 വരെ പഠിച്ചു അല്ലേ. 30 വരെ പഠിച്ചു. 30 കഴിഞ്ഞ് 40 വരെ പഠിച്ചു അല്ലേ. 40 കഴിഞ്ഞപ്പോഴോ 50 വരെ പഠിച്ചു. 50 കഴിഞ്ഞ് 60 ആയി അല്ലേ. 60 കഴിഞ്ഞപ്പം 70 ആയി അല്ലേ. 70 കഴിഞ്ഞപ്പോഴോ 80 വരെ പഠിച്ചു അല്ലേ. 80 കഴിഞ്ഞപ്പോൾ 90 വരെ പഠിച്ചു അല്ലേ. 90 കഴിഞ്ഞപ്പോൾ 100 ആയില്ലേ. ഇപ്പം എന്താ പ്രത്യേകത? 9 വരെ എന്തായിരുന്നു? 9 വരെ എന്തായിരുന്നു അല്ലേ. 9 വരെ 1 ഡിജിറ്റ് നമ്പറാണല്ലേ. ഒറ്റക്ക സംഖ്യ 9 അല്ലേ. 9 വരെ ഒറ്റക്ക സംഖ്യയായിരുന്നു അല്ലേ. 1 ഡിജിറ്റ് നമ്പറാണ്. 10 ആയപ്പോഴോ 10 ആയപ്പോൾ 2 ഡിജിറ്റ് നമ്പറായി അല്ലേ. പ്രത്യേകത എന്താണ്? 1 and 0 അല്ലേ. 1 and 0 10 ആയി. എങ്കിൽ 20യോ? 20 എന്താണ്? 20 2 and 0 അല്ലേ. അപ്പോൾ 10ൻ്റെ ഗുണിതം നിങ്ങൾ പഠിക്കും. മൾട്ടിപ്ലിക്കേഷനൊക്കെ എല്ലാ ദിവസവും പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. 10ലൂടെ 10 ചേർക്കുമ്പോൾ എത്രയാവും? 20 ആവും അല്ലേ. 20ലൂടെ വീണ്ടും 10 ചേർക്കുമ്പോഴാണ് എന്താവുന്നത്? എത്രയാവുന്നത്? 20ലൂടെ 10 ചേർക്കുമ്പോൾ വീണ്ടും എന്താവുന്നു? 30 ആകുന്നു അല്ലേ. 30 അല്ലേ. 10 20 30 അല്ലേ. അപ്പം ഈ 30ലൂടെ 10 ചേർക്കുമ്പോഴോ 40 ആവുന്നു. 40 അല്ലേ. ഇനി 40ലൂടെ 10 ചേർക്കുമ്പോൾ എത്രയാണ്? 50 ആവുന്നു അല്ലേ. 40ലൂടെ 10 ചേർക്കുമ്പോൾ 50 ആവുന്നു. 50ലൂടെ 10 ചേർന്നാലോ? 50ലൂടെ 10 ചേർന്നാൽ 60 ആവുന്നു അല്ലേ. 60ലൂടെ 10 ചേർന്നാലോ? 60ലൂടെ 10 ചേർന്നാൽ 70 ആകുന്നു അല്ലേ. 70ലൂടെ 10 ചേർന്നാലോ? 80 ആകുന്നു അല്ലേ. 80ലൂടെ 10 ചേർന്നാലോ? അപ്പോഴെന്താവുന്നു? 90 ആകുന്നു അല്ലേ. 90 ആകുന്നു. 90ലൂടെ 10 ചേർന്നാൽ എന്താകുന്നു? 100 ആകുന്നു. അപ്പോൾ എത്ര ഡിജിറ്റായി ഇതുവരെ അല്ലേ. 99 വരെ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 100 ആകുമ്പോൾ 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 100 ആയിരിക്കും. അപ്പോഴാണ് 100 ആവുന്നത്. കണ്ടില്ലേ. അപ്പോൾ 100 മുതൽ 2 ഡിജിറ്റ് നമ്പർ 100 വരെ 99 വരെ 2 ഡിജിറ്റ് നമ്പറാണ്. 2 അക്ക സംഖ്യയാണ്. 100 മുതൽ 3 ഡിജിറ്റ് നമ്പറാണ്. 3 അക്ക സംഖ്യയാണ് കേട്ടോ. അതിൻ്റെ സ്പെല്ലിങ്ങും പഠിക്കണം. ഓക്കെ, സ്പെല്ലിങ്ങും പഠിക്കണം, നമ്പർ എഴുതാനും പഠിക്കണം.
ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ 76 മുതൽ 100 വരെ പഠിച്ചു അല്ലേ. അപ്പോൾ തെറ്റാതെ എണ്ണണം അല്ലേ. അപ്പോൾ 1 to 9 വരെ ഉള്ളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 20 വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലേ. എന്താണ് 1 2 3 4 5 6 8 9 10, അത് കഴിഞ്ഞാൽ 11 12 13 14 15 16 17 18 19 20 അല്ലേ. 20 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്താണ് സുഖമാണ് നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ. 20 മുതൽ 29 വരെ 1 2 3 20 എന്ന് എഴുതിയിട്ട് പിന്നെ 20 നമ്മൾ പഠിച്ചില്ലേ, 20 എന്ന് പഠിച്ചില്ലേ, 20യോടൊപ്പം 1 2 3 4 9 വരെ ചേർത്താൽ 29 വരെ ആയില്ലേ. പിന്നെ 30 ആവും. പിന്നെ 30 മുതൽ എന്താണ് 40 വരെ 30 1 2 30 എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ 1 2 3 4 അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8 9 വരെ ഒറ്റ പ്രാവശ്യം എഴുതാൻ പഠിച്ചാൽ മതി അല്ലേ. 1 to 9 വരെ ഒറ്റ പ്രാവശ്യം എഴുതാൻ പഠിച്ചാൽ പിന്നെ 20 കഴിഞ്ഞാൽ 29 വരെ 1 2 3 അങ്ങോട്ട് പഠിച്ചാൽ മതി, എളുപ്പമല്ലേ. അങ്ങനെ പഠിക്കുക കേട്ടോ. ഈ 20 കഴിഞ്ഞ് 30 വരെ അങ്ങനെ തന്നെ. 30 കഴിഞ്ഞാൽ വീണ്ടും 1 2 3 4 5 അല്ലേ 9 വരെ പഠിക്കുക. അപ്പം എന്തായി 40 ആവും. 40 കഴിഞ്ഞാൽ 40 സ്പെല്ലിൽ പഠിക്കണം. 40 കഴിഞ്ഞാൽ പിന്നെ 40 എഴുതുക, കൂടെ എന്താണ് 1 2 3 8 9 വരെ അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് 50 എന്ന് എഴുതാൻ പഠിക്കുക. അത് കഴിഞ്ഞ് 50 എന്ന് ഒറ്റ വാക്ക് പഠിച്ചാൽ മതി അല്ലേ. പിന്നെ എന്താ പഠിക്കണ്ടുള്ളൂ 1 2 3 അല്ലേ 9 വരെ വീണ്ടും എഴുതുക അല്ലേ. പിന്നെ എന്താണ് 60 അല്ലേ. 60 ആകുമ്പോൾ പിന്നെ 1 2 3 തന്നെ വീണ്ടും ചേർക്കുക അല്ലേ 9 വരെ. അപ്പോൾ എന്താവും 70 ആവും അല്ലേ. 70 എന്ന് എഴുതാൻ പഠിച്ചാൽ പിന്നെ 70 കൂടെ 1 2 3 9 വരെ ചേർത്താൽ പോരെ അല്ലേ. അപ്പോൾ 79 വരെയാവും. പിന്നെ എന്താ വരുന്നത് 80. ഇപ്പോൾ 80 പഠിക്കുക അല്ലേ. പിന്നെ 80 പഠിച്ച 80യുടെ കൂടെ 1 2 3 9 വരെ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 90 ആയി. പിന്നെ 90 എന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ 1 to 9 വരെ എഴുതിയാൽ മതി അല്ലേ. പിന്നെ 100 പഠിക്കേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്ത് പഠിച്ചാൽ മതി 1 to 20 വരെ ശരിക്കും പോലെ പഠിക്കുക അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ 30 40 50 60 70 80 90 100 അത് എഴുതാൻ പഠിച്ചാൽ മതി. ബാക്കി 1 2 3 നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ 100. അപ്പോൾ സ്പെല്ലിങ് പഠിക്കാൻ സുഖമാണ് അല്ലേ. അപ്പോൾ തെറ്റാ സ്പെല്ലിങ്ങും പഠിക്കണം, നമ്പറും പഠിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ. ദെൻ വിഷ്വൽ വൈൻഡ് അപ്പ് അവർ ക്ലാസ് എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, വിഷ്വൽ വൈൻഡ് അപ്പ് അവർ ക്ലാസ്, ദെൻ സ്റ്റഡി വെൽ, റൈറ്റ് ആൻഡ് ലേൺ correctly. Okay, carefully. Okay, then see you next class. Bye.